നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ രൂക്ഷമായി വിമർശിക്കുന്നതിൽ മുൻപന്തിയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ വിമർശനങ്ങൾക്ക് വൻ ജനപിന്തുണയും ലഭിക്കാറുണ്ട്. എന്നാൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ കേന്ദ്രത്തിനെതിരെ നടത്തിയ വിമർശനങ്ങളിൽ രാഹുലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് 4 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. വിട്ടുവീഴ്ചകൾ നിറഞ്ഞതാണ് മോദിയുടെ വിദേശനയം എന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. എന്നാൽ പ്രധാനമന്ത്രി വിഷയത്തിൽ സ്വീകരിച്ചത് ഉത്തരവാദിത്തത്തോടെയുള്ള രാഷ്ട്രീയ തന്ത്രമാണ് എന്നാണ് ശശി തരൂർ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ കേന്ദ്ര നയത്തെ വിശേഷിപ്പിച്ചത്. യുദ്ധത്തെക്കുറിച്ച് ഒരു വാർത്താ ചാനൽ ചോദ്യം ചോദിക്കവേ സർക്കാർ ശരിയായ കാര്യം ചെയ്യുന്നുണ്ടെന്നാണ് കോൺഗ്രസ് MP മനീഷ് തിവാരി പ്രതികരിച്ചത്. ഇതിന് പിന്നാലെ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥും കേന്ദ്രം സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിനെ പ്രശംസിക്കുകയും ചെയ്തു. സംഘർഷത്തെ ഇന്ത്യ കൈകാര്യം ചെയ്തത് പക്വതയോടെയും വൈദഗ്ധ്യത്തോടെയും എന്നായിരുന്നു ആനന്ദ് ശർമ്മ എക്സിലൂടെ കുറിച്ചത്. LPG ക്ഷാമം എടുത്തു പറഞ്ഞായിരുന്നു കമൽനാഥിന്റെ പരാമർശം. രാജ്യത്ത് LPG ക്ഷാമം നിലനിൽക്കുന്നെന്ന് പ്രതിപക്ഷം വിമർശിക്കവേ അത്തരമൊരു കാര്യവുമില്ല, ക്ഷാമമുണ്ടെന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നായിരുന്നു കമൽനാഥിന്റെ പ്രസ്താവന. കമൽനാഥിന്റെ പ്രസ്താവന BJP ഉടൻ തന്നെ രാഷ്ട്രീയ ആയുധമാക്കി. ക്ഷാമമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കമൽനാഥ് പോലും സമ്മതിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റിട്ടായിരുന്നു കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പ്രതികരണം. ഇതാദ്യമായല്ല രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 59 പാർലമെന്റ് അംഗങ്ങളടങ്ങുന്ന ഒരു സംഘത്തെ രൂപീകരിക്കുകയും അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനും മോദി സർക്കാർ മുൻകൈ എടുത്തിരുന്നു. കേന്ദ്രം പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ രാഹുൽ വിമർശനമുയർത്തുന്നതിനിടെയാണ് ഇതിന് വിരുദ്ധമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത്. തരൂരും തിവാരിയും സംഘത്തിലെ പ്രധാന അംഗങ്ങളായിരുന്നു. ഈ നയത്തെ ചില കോൺഗ്രസ് നേതാക്കൾ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.